നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിൽ CPM മത്സരിക്കുന്ന 3 നിയമസഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിരിക്കും. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ മന്ത്രി VN വാസവൻ വീണ്ടും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കോട്ടയത്ത് വീണ്ടും ജനവിധി തേടുമെന്ന് പ്രതീക്ഷിക്കുന്ന തിരുവഞ്ചൂരിന് എതിരാളിയാവുക CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറാണ്. പുതുപ്പള്ളിയിൽ ഇത്തവണ പുതുമുഖ സ്ഥാനാർത്ഥി എത്തുവാനാണ് സാധ്യത. കോട്ടയത്തും ഏറ്റുമാനൂരും സ്ഥാനാർത്ഥികളോട് മണ്ഡലങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുവാനായി പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നടത്തിയ വികസന സന്ദേശ യാത്രയുടെ അടുത്ത പടിയായി മണ്ഡല അടിസ്ഥാനത്തിൽ നടക്കുന്ന യാത്ര കോട്ടയത്ത് K അനിൽകുമാറാണ് നയിക്കുന്നത്. ഇടതുപക്ഷ MLA-മാരുള്ള മണ്ഡലങ്ങളിൽ അവരും അല്ലാത്ത മണ്ഡലങ്ങളിൽ സീറ്റ് ഉറപ്പിച്ചവരുമാണ് യാത്ര നയിക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി നേരിട്ടാണ് വികസന സന്ദേശ യാത്ര നയിക്കുന്നത്. പുതുപ്പള്ളിയിൽ മത്സരിക്കുവാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച് മുൻപ് മത്സരിച്ച ജെയ്ക് C തോമസും റെജി സക്രിയയും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഇതോടുകൂടി ചാണ്ടി ഉമ്മന് എതിരാളിയായി പുതുമുഖം എത്തുവാനാണ് സാധ്യത കൽപ്പിക്കുന്നത്. പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് P വർഗീസും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണനുമാണ് പാർട്ടി പരിഗണനാ ലിസ്റ്റിൽ ഉള്ളവർ. ഇതിൽ മണ്ഡലത്തിൽ സജീവമായ പാർട്ടിയുടെ യുവമുഖം എന്ന നിലയിൽ സുഭാഷിന് മുൻതൂക്കം ലഭിക്കുവാനും സാധ്യതയുണ്ട്. നേരെ മറിച്ച് സീനിയോറിറ്റി പോലെയുള്ള ഘടകങ്ങൾ നോക്കിയാൽ രാധാകൃഷ്ണനായിരിക്കും മുൻഗണന ലഭിക്കുന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.